ഹലോ നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നത്തെ വീഡിയോക്ക് പോണാൾ മുന്നിൽ എനിക്ക് ഇത്തിരി കാര്യങ്ങൾ നിങ്ങളോട് പറയാനുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യം തന്നെ നിങ്ങളൊരു കാർ എന്തൂസിയാസ്റ്റ് ആണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഒരുപാടധികം നല്ല നല്ല കാറുകളുടെ വീഡിയോസ് നമ്മൾ ചെയ്തിട്ടുണ്ട്, ഇനി ചെയ്യാനിരിക്കുന്നുണ്ട്. നമ്മൾ ഇത്ര നാൾ ചെയ്തത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ പഴയ കാസ്, അതായത് പഴയ ഒരു 2010 മുന്നേ ഇറങ്ങിയ കാസും മോഡിഫൈ ചെയ്ത കാസും സ്റ്റോക്ക് കാസും ആണ് നമ്മൾ ചെയ്തുകൊണ്ടിരുന്നത്. ആ സീരീസിന് നമ്മൾ പേരിട്ടത് നമ്മളെ ടോക്കിംഗ് വിത്ത് കാസ് എന്നാണ്. ഇനി നമ്മൾ ഫ്യൂച്ചറിൽ പുതിയ ഇറങ്ങിയ കാസ്, പുതിയതായിട്ട് ഇറങ്ങുന്ന കാസും കാര്യങ്ങളൊക്കെ ആയിട്ട് റിവ്യൂ ചെയ്യാനായിട്ട് പ്ലാൻ ഉണ്ട്. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഒരു വിൻറ്റേജ് കാറാണ്. വിൻറ്റേജ് കാർ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്നയാളും അപ്പുറം ഒരു വിൻറ്റേജ് കാറാണ്. ഇത് നിങ്ങൾ അങ്ങനെ അധികം ആൾക്കാരൊന്നും കാണാൻ സാധ്യതയില്ല. ഇത് നമ്മുടെ വില്ലീസ് കമ്പനിയുടെ, വില്ലീസ് ബ്രാൻഡിന്റെ ഒരു സ്റ്റേഷൻ വാഗണാണ്. നിങ്ങൾ വില്ലീസ് ജീപ്പ് മുകളിൽ കണ്ടിട്ടുണ്ടോ ഒരുപാട്, ബട്ട് ഈ ഒരു സ്റ്റേഷൻ വാഗൺ അങ്ങനെ അധികം കാണാൻ കിട്ടാത്ത ഒന്നാണ്. നമ്മുടെ ഈ വില്ലീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏറ്റവും ആദ്യം പോപ്പുലർ ആവാനുള്ള കാരണം എന്ന് പറയുമ്പോൾ നമ്മുടെ മഹേന്ദ്രയാണ്. ഏറ്റവും വലിയ പങ്ക് മഹേന്ദ്രയ്ക്ക് തന്നെ കൊടുക്കണം. അതായത് മഹേന്ദ്ര വില്ലീസിൻ്റെ ലൈസൻസ് എടുത്ത് ഇവിടെ ജീപ്പോൾ പണിത് തുടങ്ങിയപ്പോഴാണ് ഇങ്ങനെ ഒരു ജീപ്പ് ഉണ്ടെന്ന് നമുക്ക് മനസ്സിലായത്. ഈ വില്ലീസ് എന്ന് പറഞ്ഞ ബ്രാൻഡ് ഏറ്റവും കൂടുതൽ പോപ്പുലർ ആയ ടൈം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെക്കൻഡ് വേൾഡ് വാറിനാണ്. നമ്മുടെ ആർമിക്ക് വേണ്ടി ഒരുപാടധികം ജീപ്സ് ഉണ്ടാക്കി. ഇപ്പോൾ നമ്മുടെ വില്ലീസ് മാത്രമല്ല, ഫോർഡും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതുപോലെ വേറൊരു കമ്പനി കൂടിയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു നമ്മുടെ ഈ ജീപ്പ് എന്ന് പറയുമ്പോൾ. അതിലാണ് ഏറ്റവും കൂടുതൽ ഇവർക്ക് പോപ്പുലാരിറ്റി കിട്ടിയത്. ഒരു സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം ഏറ്റവും അധികം ഫേമസ് ആയ ഒരു കാർ എന്ന് വേണമെങ്കിൽ പറയാം. ഏറ്റവും അധികം പോപ്പുലർ ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ വാഗൺ അല്ലെങ്കിൽ ഒരു യൂട്ടിലിറ്റി വെഹിക്കിളാണ് ഏത്, നമ്മുടെ ഈ വില്ലീസിൻ്റെ സ്റ്റേഷൻ വാഗൺ എന്ന് പറയുമ്പോൾ. നമ്മൾ ഈ വില്ലീസിൻ്റെ ഹിസ്റ്ററിക്ക് വരുമ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഒരു അമേരിക്കൻ ഓട്ടോമൊബൈൽ ബ്രാൻഡാണ് ഈ വില്ലീസ് എന്ന് പറയുന്നത്. 1908 ജോൺ വില്ലീസ് എന്ന് പറഞ്ഞൊരു വ്യക്തിയാണ് നമ്മുടെ ഓവർലാൻഡ് എന്ന് പറഞ്ഞൊരു കമ്പനി ഒരു ബ്രാൻഡ് മേടിക്കുകയും പിന്നീട് 1912 ഈ വില്ലീസ് ഓവർലാൻഡ് എന്ന് പറഞ്ഞ പേരിൽ കമ്പനി തുടങ്ങിയത്. 1912 to 1918 വരെ നോക്കുകയാണെന്ന് വെച്ചാൽ ഫോർഡിന് ശേഷം സെക്കൻഡ് ലാർജസ്റ്റ് ഓട്ടോമൊബൈൽ പ്രൊഡ്യൂസർ ആയിരുന്നു നമ്മുടെ വില്ലീസ് എന്ന് പറയുമ്പോൾ. ആ ഒരു കാരണം കൊണ്ട് തന്നെ ആയിരിക്കണം നമ്മുടെ അമേരിക്കൻ ആർമി വില്ലീസിനെ അപ്രോച്ച് ചെയ്തത്. ബട്ട് ഇതിൻ്റെ ഡിസൈനും കാര്യങ്ങളൊക്കെ ചെയ്ത് ബാൻഡം എന്ന് പറഞ്ഞൊരു കമ്പനിയാണ്. അതായത് ഏറ്റവും ആദ്യം ആർമി അവിടെയുള്ള എല്ലാ ബ്രാൻഡ്സിനും അവരുടെ പ്രോട്ടോടൈപ്പിൽ ഒരു ഐഡിയ അയച്ചു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഇത്ര ദിവസത്തിനുള്ളിൽ നമുക്ക് ഇങ്ങനത്തെ ഒരു കാറ് വേണം, പിന്നെ ആർമിക്ക് വേണ്ടിയാണ് ആവശ്യത്തിന് പറഞ്ഞപ്പോൾ ആകെ 2 കമ്പനി സംതിങ് വന്നിട്ട് പ്രോട്ടോടൈപ്പും ഐഡിയാസൊക്കെ പറഞ്ഞ് ഡിസൈനൊക്കെ കൊടുത്തു. അതിനൊരു കമ്പനിയാണ് ഈ ബാൻഡം. ഈ ബാൻഡത്തിൻ്റെ ഡിസൈനാണ് ശരിക്കും വില്ലീസ് ജീപ്പ് യൂസ് ചെയ്തേക്കുന്നത്. വില്ലീസ് ജീപ്പ് മാത്രമല്ല, നമ്മുടെ ഫോർഡ് ജീപ്പ് യൂസ് ചെയ്തേക്കുന്നത് അതാണ്. ഇതിൻ്റെ ഒരു വലിയൊരു ഹിസ്റ്ററി വേണമെന്നെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക, വില്ലീസിൻ്റെ ഒരു ഹിസ്റ്ററി വേണം, അങ്ങനെ ചെയ്യണമെങ്കിൽ അതിന് സെപ്പറേറ്റ് വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതായത് അതിനെക്കുറിച്ച് പറയാൻ ഒരുപാടധികം പറയാനുണ്ട്, ഈ ഒരു വീഡിയോയോട് തീരില്ല. അതുകൊണ്ടാണ് അങ്ങനെ ഒരു വില്ലീസിൻ്റെ ഒരു ഹിസ്റ്ററി വേണം, ഈ വില്ലീസ് നമ്മുടെ ഈ ഒരു സ്റ്റേഷൻ വേണ്ട ഒരു ഹിസ്റ്ററി വേണമെന്ന് വെച്ചാൽ നിങ്ങൾ സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് ചെയ്യുന്നതാണ്. നിങ്ങൾ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാൻ വെച്ചാൽ. ഇന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ഞാൻ പറഞ്ഞു ഒരു വില്ലീസ് ജീപ്പിൻ്റെ സ്റ്റേഷൻ വാഗണാണ്. ഒരു 1958 മോഡൽ സ്റ്റേഷൻ വാഗൺ. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് സിൻസ് 1958. ഈ ഒരു സ്റ്റേഷൻ വാഗൺ, വില്ലീസിൻ്റെ സ്റ്റേഷൻ വാഗൻ്റെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നത് 1946 to 1964 ആണ്. വേൾഡ് വാർ 2 ശേഷം ഏറ്റവും അധികം സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു മോഡൽ എന്ന് വേണമെങ്കിൽ നമുക്ക് ഇതിനെ പറയാം. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാനുള്ളത് 3 ലക്ഷത്തിനേക്കാളധികം കാസ്, അതായത് ഒരു സ്റ്റേഷൻ വാഗൺസ്, വില്ലീസിൻ്റെ സ്റ്റേഷൻ വാഗൺസ് ഇവർ പ്രൊഡ്യൂസ് ചെയ്ത് വിറ്റിട്ടുണ്ട്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്തുമാത്രം ജനശ്രദ്ധ നേടിയ വണ്ടിയാണ്, അല്ലെങ്കിൽ എന്തുമാത്രം സ്വീകാര്യത കിട്ടിയ വണ്ടിയാണെന്നുള്ളത്. അത് 1946 to 1964 എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര അമേരിക്ക വേൾഡ് വാർ കഴിഞ്ഞ് അത്ര സമ്പന്നതയിൽ നിൽക്കുന്ന ഒരു ടൈമാണ്. ആ ഒരു ടൈമിൽ ഏറ്റവും അധികം ലാഭം ഉണ്ടാക്കിയ ഒരു കമ്പനി എനിക്ക് തോന്നുന്നു വില്ലീസും ഫോർഡും ഒക്കെ തന്നെയായിരിക്കും. ഞാൻ പറഞ്ഞു 3 ലക്ഷത്തിലേറെ സ്റ്റേഷൻ വാഗൺസ്, വില്ലീസിൻ്റെ സ്റ്റേഷൻ വാഗൺസ് ഇറങ്ങിയിട്ടുണ്ടെന്ന്. അതിൽ തന്നെ ഒരുപാടധികം വേരിയൻസ് നമ്മുടെ വില്ലീസ് ഇറക്കിയിട്ടുണ്ട്. അതിൽ 2 വീൽ ഡ്രൈവ് ഉണ്ട്, 4 വീൽ ഡ്രൈവ് ഉണ്ട്. നമുക്ക് ഇന്നുള്ള വണ്ടി 2 വീൽ ഡ്രൈവ് വില്ലീസ് സ്റ്റേഷൻ വാഗണാണ്. ഈ 4 വീൽ ഡ്രൈവ് വില്ലീസ് എന്ന് പറയുമ്പോൾ നമ്മുടെ ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ മോട്ടോർ സ്പോർട്ട് യൂട്ടിലിറ്റി വാഗണാണ്. അതായത് നമ്മുടെ ഫാമിലി യൂസിന് പറ്റിയ ഏറ്റവും ആദ്യത്തെ ഒരു 4 വീൽ ഡ്രൈവ് കാർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഈ വില്ലീസ് തന്നെയാണ്. ഇതാണ് നമ്മുടെ വില്ലീസിൻ്റെ ചെറിയൊരു ഹിസ്റ്ററി എന്ന് പറയാനില്ല. ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ വേണം, ഒരു ബ്രീഫ് ഹിസ്റ്ററി വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം. ഹിസ്റ്ററി എന്നിട്ട് ഇതിന് കമൻറ്റ് ചെയ്യാൻ നമ്മൾ അതിനെക്കുറിച്ചൊരു സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് ഈ കാറിലേക്ക് തന്നെ തിരിച്ചറിയാം. ഈ കാറിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഞാൻ കൂടുതൽ ഇങ്ങനെ പറയുന്നതാളും നല്ലത് ഇതിൻ്റെ ഓണർ തന്നെ ഇതിനെക്കുറിച്ച് പറയുന്നതാണ്. നമുക്ക് ഇതിൻ്റെ ഓണറെ നമുക്ക് ക്ഷണിക്കാം.
ഹലോ, ബ്രോനെ ഒന്ന് പരിചയപ്പെടുത്തു. ഇവര് അർഫാദ് എന്നാണ്, നാട് പട്ടാമ്പി. എന്താണ് ചെയ്യണേ? അവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് എഞ്ചിനീയർ. എയർക്രാഫ്റ്റ് മെയിൻ്റെനൻസ് കാര്യങ്ങൾ. ഓക്കെ. അപ്പോൾ ഈ വണ്ടിയിലായിട്ട് ബ്രോ പഠിച്ചോണ്ടിരിക്കുകയാണ് 10, 20, 21? അല്ല, എനിക്ക് 20 വയസ്സാണ്. 20 വയസ്സ്. ആ ഒരു നമ്മുടെ ഒരു പ്രായത്തിൽ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു എന്താ ടേസ്റ്റിലേക്ക് സാധാരണ എല്ലാവരും സിവിക്ക്, ഹോണ്ട സിറ്റി അങ്ങനത്തെ വണ്ടികൾക്കാണ് ഇപ്പോൾ പോകുന്നത്, മോഡിഫൈ ചെയ്യാനും കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇങ്ങനത്തെ ഒരു വണ്ടിയിലേക്ക് എത്തിപ്പെട്ടതിൻ്റെ ഒരു സ്റ്റോറി അതെന്തായാലും ഒരു ഉണ്ടാവുമല്ലോ. അല്ല, എല്ലാവരും ഇപ്പോൾ പുതിയ വണ്ടി എടുത്ത് പണിയെടുക്കും. സിവിക്ക്, സെഡാൻസ് യൂസ് ചെയ്ത് അങ്ങനെ പണിയെടുക്കുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് വെറൈറ്റി ആയിട്ട് ഞങ്ങളുടെ ഫാമിലി, ഞാനും ഉപ്പയും നല്ല വണ്ടി പ്രാന്തന്മാർ തന്നെ, ഫാമിലി മൊത്തം അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഞങ്ങളെ ചിന്തിച്ചപ്പോൾ ജസ്റ്റ് ഒരു വെറൈറ്റിക്ക് എന്തെങ്കിലും പിടിക്കണം എന്ന് ആലോചിച്ചു. അങ്ങനെ ഞങ്ങൾ വണ്ടി തപ്പിയപ്പോൾ ഒരു സ്ക്രാപ്പ് യാർഡിൽ നിന്ന് സാധനം ഉണ്ടായിരുന്നു. അത് ഇന്ത്യൻ ഗവൺമെന്റ് മുന്നേ യൂസ് ചെയ്തിരുന്നതാണ്. അങ്ങനെ ഞങ്ങൾക്ക് ഓപ്ഷന് ഉണ്ടെന്ന് പറഞ്ഞു, നേരെ വിട്ട് ഓപ്ഷൻ എടുത്ത് കൊണ്ടുവന്നായിരുന്നു. ഇവിടെ കാണാം മദ്രാസ് രജിസ്ട്രേഷൻ. അപ്പോൾ തമിഴ്നാട് ഭാഗത്തുനിന്നാണ് എടുത്തത്? അല്ല, ഞങ്ങള് ബീഹാറിന് എടുത്തായിരുന്നു. അത് മദ്രാസ് രജിസ്ട്രേഷനിലേക്ക് മാറ്റിയതാണ്. അവിടെ നിന്ന് എടുത്ത് മാറ്റിയതാണ്. അത് എടുത്തപ്പോൾ എത്ര ഓണർഷിപ്പ് എങ്ങനെയായിരുന്നു? ഓണർഷിപ്പ് ഫസ്റ്റ് തന്നെയായിരുന്നു. അത് ഗവൺമെന്റ് യൂസ് ചെയ്തിരുന്നു. അവിടെ നിങ്ങളുടെ നേരെ രജിസ്ട്രേഷൻ മാറ്റിയതായിരുന്നു. ബ്രോ പറഞ്ഞു ഇത് സ്ക്രാപ്പ് യാർഡിൽ നിന്ന് എടുത്താണ്. അപ്പോ ഈ സ്ക്രാപ്പിൽ നിന്ന് എടുത്തപ്പോ ഈ രജിസ്ട്രേഷൻ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ഇതിന്റെ? ഇത് ഭയങ്കര എന്താ പറയാ, തുരുമ്പായിരുന്നു. മൊത്തം തുരുമ്പ് പിടിച്ചിട്ട് ആകെ നാശമായി എടുക്കായിരുന്നു. അവിടുന്ന് നമുക്ക് ക്രെയിൻ സർവീസ് ഉണ്ട് നാട്ടില്. ഞങ്ങള് ഇവിടുന്ന് റിക്കവറി എടുത്ത് അവിടെ പോയിട്ട് വണ്ടി നേരെ റിക്കവറി കയറ്റി നാട്ടിൽ കൊണ്ടുവന്നു. 2020 ഞങ്ങൾ വണ്ടി എടുക്കുന്നത്, ബീഹാറിന് എടുത്ത്. കൊറോണ സമയമൊക്കെ ഒന്ന് അടങ്ങി നിൽക്കുന്ന സമയത്തായിരുന്നു. അവിടുന്ന് എടുത്ത് ഇന്ന നാട്ടിൽ കൊണ്ടുവന്നു. ഒരു 3 കൊല്ലത്തോ 2023 പണി കഴിയുന്നത്. മൊത്തത്തിൽ 3 കൊല്ലത്തോളം ഞങ്ങള് പതുക്കെ പാടുക്കുന്നുള്ളൂ. ടൈം എടുത്ത് പതുക്കെ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോ കുറെ ടൈം കൺസ്യൂം ആയി. പിന്നെ ഓൾമോസ്റ്റ് 2 വട്ടം ഞങ്ങൾ പാച്ച് വർക്ക് എടുത്തിട്ടുണ്ടാവും. ആദ്യം എടുത്തപ്പോ ഞങ്ങൾക്ക് ഇതിന്റെ ഡയമെൻഷൻസോ മെഷർമെന്റോ ഒന്നും ഉണ്ടായില്ല. ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഫോട്ടോ വെച്ച് ഞങ്ങളുടെ മെക്കാനിക്ക് മൊത്തം അടിച്ച് ഉണ്ടാക്കി സെറ്റ് ആക്കിയാണ്. ഇത് എവിടുന്നാണ് റീസ്റ്റോർ ചെയ്തെടുത്ത്? ഞങ്ങൾക്ക് വർക്ക്ഷോപ്പ് ഉണ്ട്. വർക്ക്ഷോപ്പ് ഉണ്ട്. അപ്പൊ അവിടുന്ന് തന്നെ മൊത്തം പണിയെടുപ്പിച്ച് പെയിന്റിങ് ഞങ്ങൾ ചെയ്തായിരുന്നു. പട്ടാമ്പിയിൽ തന്നെയാണ് വർക്ക്ഷോപ്പ്? അത് ഞങ്ങളുടെ വണ്ടി മാത്രമേ എടുക്കാറുള്ളൂ, വേറെ എടുക്കാറില്ല. അപ്പോ അവിടുന്ന് തന്നെ ഫുൾ വർക്ക് ചെയ്ത് എടുത്തു. അതുപോലെ തന്നെ ഈ ഒരു കളർ ഒരു വെറൈറ്റി കളറാണ് കൊടുത്തേക്കുന്നത്. അതിന്റെ ഒരു സ്റ്റോറി അത് എന്ന് പറയുമ്പോ ഞങ്ങള് പെയിന്റിങ് 4 വട്ടത്തോളം ചേഞ്ച് ചെയ്താണ്. ഗ്രീന് അല്ല, ഇത് ഗ്രീന് എന്ന് പറയുമ്പോൾ ഞങ്ങള് ഇത് പെയിന്റ് അടിക്കണം എന്നുള്ള ചോയ്സിലായിരുന്നു. അങ്ങനെ ഓരോ പെയിന്റ് അങ്ങനെ സെർച്ച് ചെയ്തുകൊണ്ടിരുന്നത്. ഫാദർ ലാസ്റ്റ് പറഞ്ഞു പച്ച അടിച്ചാലെന്നുള്ള മൈൻഡിലെത്തി. അങ്ങനെ ഓരോ പച്ച മാറ്റി അടിച്ചു നോക്കി. ഓരോ പച്ച അടിക്കുമ്പോൾ എന്തെങ്കിലും ഫോൾട്ട് വന്നു, കളയും, വീണ്ടും അതിമൂലാവും. അങ്ങനെ ചിലപ്പോ പൊള്ളപ്പ് വരും, ചിലപ്പോ ആ പെയിന്റ് നാശാവും, അപ്പൊ വീണ്ടും കളയും, ആദ്യമൂല് വീണ്ടും. അങ്ങനെ 4ാമത്തെ പെയിന്റ് നിന്നാണ് ഞങ്ങൾക്ക് പണി എടുത്തോണ്ടിരിക്കുമ്പോൾ പെയിന്റ് അടിക്കുന്നത്. അപ്പൊ ഞങ്ങൾക്ക് ആദ്യം സാറ്റിസ്ഫാക്ഷൻ ഉണ്ടായിരുന്നില്ല. അപ്പോ വീണ്ടും പണി മൊത്തം കഴിഞ്ഞിട്ട് ഒന്നും കൂടി പെയിന്റ് അടിക്കാനുള്ള ഒരു മൈൻഡിലായിരുന്നു. പക്ഷെ പണി മൊത്തം കഴിഞ്ഞപ്പോ വണ്ടിയുടെ ലുക്ക് ഇങ്ങനെ ആയി, വൃത്തിയായി. അപ്പൊ എല്ലാരും പിന്നെ പറഞ്ഞു പെയിന്റ് മാറ്റണ്ടായി, പെയിന്റ് മതി എന്നുള്ളതായി. എല്ലാരും അങ്ങനെ പറഞ്ഞു. ഒരുപാട് പേര് വന്ന് ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ. എന്നുവെച്ചാൽ സാധാരണ വണ്ടി നിന്ന് വ്യത്യസ്തമായിട്ട് മാറ്റി നിർത്തുന്ന ഒരു യൂണിക്നെസ് ഈ വണ്ടിക്ക് ഫീൽ ചെയ്യും. എല്ലാവരും ഇപ്പോ മറ്റേ സിവിക്ക് എല്ലാ വണ്ടി എടുത്ത് പണിയെടുത്തോണ്ടിരിക്കും. അപ്പോ എന്തേലും വെറൈറ്റി ആയിട്ട് വേണ്ടത്. നമുക്കപ്പോൾ ഇതിന്റെ ബോഡി സ്റ്റൈലിംഗ് വരാം. നമ്മള് ഫ്രണ്ടിലോട്ട് ഇവിടെ വില്ലീസിന്റെ ലോഗോ കാണുന്നുണ്ട്. ഈ ബ്രാൻഡിങ് ഒറിജിനൽ തന്നെയല്ലേ? ഇത് ഒറിജിനലാണ്. ഇത് പുറത്തുനിന്ന് ഞങ്ങള് ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചാണ്. ആ ഒരു 2020 എടുത്ത ടൈമിൽ തന്നെ അന്ന് തന്നെ ഞങ്ങള് മേടിച്ചു വെച്ചു. കുറച്ച് ടൈം എടുത്തു ഇവിടുന്ന് ഇങ്ങോട്ട് വരാൻ വേണ്ടിട്ട്. ഇതും ബാക്കത്തെ ബ്രേക്ക് ലൈറ്റ് മാത്രമേ ഇമ്പോർട്ട് ചെയ്യിപ്പിച്ചുള്ളൂ. ബാക്കിയൊക്കെ ഒറിജിനൽ പാർട്സ് തന്നെയാണ്. ബാക്കി ഒറിജിനൽ എന്ന് പറയാൻ പറ്റില്ല. ചില ഭാഗത്തൊക്കെ മഹീന്ദ്രയുടെ കിട്ടാത്ത പാർട്സ് എന്ന് പറയുമ്പോൾ ഹെഡ്ലൈറ്റ് ഒക്കെ നമുക്ക് മഹീന്ദ്രയുടെ കയറ്റി. പിന്നെ ഇതെന്ന് പറയുമ്പോൾ ഒറിജിനലാണ്. അതിനെ അതുപോലെ വെച്ചിട്ടുള്ളൂ. ഞങ്ങൾ അതിന്മേൽ വല്ലാണ്ട് കളിക്കാൻ നിന്നിട്ടില്ല. നമ്മുടെ ഗ്രില്ലിലേക്ക് വരുമ്പോ ഇവിടെ അത് ഹോൾ എന്ന് പറയുമ്പോൾ ഇവിടെ ഈ 3 ഭാഗത്ത് ശരിക്കും ഒരു സിൽവർ മറ്റേ ബീഡിങ് വരുന്നുണ്ട്. ബീഡിങ് എന്നല്ല, ജസ്റ്റ് ഒരു നല്ല കട്ടിയില് മെറ്റലിൽ അടിച്ചിട്ട് സാധനം വരുന്നുണ്ട്. അത് ഞങ്ങൾ ഉണ്ടാക്കാൻ ടൈം കിട്ടിയില്ല. അപ്പൊ ജസ്റ്റ് അങ്ങനെ ഇട്ടേക്കാണ്. ഭാവിയില് കിട്ടുമ്പോഴത്തേക്ക് തുരുമ്പ് പിടിച്ചിട്ട് ഒന്നും ഇല്ലാതായി. ജസ്റ്റ് ആകെ നിക്കിൾ ചെയ്യാനും പറ്റാത്ത അവസ്ഥയാണ്. പിന്നെ പുതിയതായിട്ട് ഉണ്ടാക്കണം.
ഉണ്ടാക്കണം. പിന്നെ നമ്മുടെ വില്ലീസിന്റെ ഐക്കോണിക് ആയിട്ടുള്ള 7 കോണ്ടിനെന്റൽ ഗ്രില്ലില്ലേ, അത് 7 കോണ്ടിനെന്റ് റെപ്രസെന്റ് ചെയ്തിട്ട് അന്ന് ഉണ്ടാക്കിയതായിരുന്നു അവര്. അത് എനിക്ക് തോന്നുന്നു എല്ലാ വില്ലീസിന്റെയും അങ്ങനെ തന്നെയാണ്, ഓൾമോസ്റ്റ് അങ്ങനെയാണ് തോന്നുന്നത്. അങ്ങനെയാണ് 7 കോണ്ടിനെന്റിൽ ഇറക്കിയിട്ടുണ്ട്. ഞാൻ നമ്മൾ അടിക്ക് വരുമ്പോ ഇവിടെ 2 ഫോഗ് ലാംപ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ ബമ്പറൊക്കെ ബമ്പർ ഒറിജിനലാണ്, ജസ്റ്റ് മറ്റേ നിക്കിൾ ചെയ്തിട്ട് മാത്രമേ നിക്കിൾ ചെയ്തിട്ടുള്ളൂ. ആൻഡ് നമ്മൾ കാണാം മദ്രാസ് രജിസ്ട്രേഷൻ കാണാം. അതാണ് നമ്മുടെ ഫ്രണ്ട് പ്രൊഫൈൽ നോക്കുമ്പോൾ പറയാൻ വിട്ടുപോയി, നമ്മുടെ മിറേഴ്സ്, അതായത് രണ്ട് മിറേഴ്സ് ആയിട്ടുള്ള സിംഗിൾ വിൻഡോ ഇല്ലാതെ ഒറ്റ മിറർ. അതുപോലെ തന്നെ ആ ഡ്രൈവേഴ്സിന്റെ ഇതിൽ മാത്രമാണ് വൈപ്പർ വരുന്നുള്ളൂ. അപ്പുറത്ത് വൈപ്പർ വരുന്നുണ്ട്. അത് ഞങ്ങൾ വൈപ്പർ വെച്ചതായിരുന്നു, പക്ഷെ വെച്ചപ്പോ ലോഡ് താങ്ങണില്ല, അപ്പൊ എന്നെ ഊരിയതാ. അപ്പൊ ഇതാണ് നമ്മൾ ഇവിടെ വന്നപ്പോ ഇങ്ങനെ ഒരു സാധനം കണ്ട് തന്നിട്ടാണ് സംഭവം. അത് കുറച്ച് കോമഡി സംഭവമാണ്. ഇതിന്റെ ശരിക്കുള്ള ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് അന്ന് അറിയണ്ടായിരുന്നില്ല, ഞങ്ങൾ അറിയാത്തോണ്ട് ഇവിടെ വെൽഡ് ചെയ്ത് കളഞ്ഞതാ. ശരിക്കും ആ കാലഘട്ടത്തിൽ AC എന്ന് പറഞ്ഞ സംഭവമില്ല. അപ്പോ അന്നത്തെ ഒരു അവരുടെ ബുദ്ധിയാണത്. കറക്റ്റ് ഒരു ഉള്ളിൽ ലിവർ കാണും, ആ ലിവർ പിടിച്ച് പുള്ളി ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഇത് പൊന്തി വരും. എന്നിട്ട് ഉള്ളി എയർവെന്റ് കാണും. നമ്മള് വണ്ടി പാസ് ചെയ്യുമ്പോ ആ എയറിലോട്ട് ഇതായി കഴിഞ്ഞാൽ ഉള്ളിലോട്ട് ആൾക്കാർക്ക് മെക്കാനിസം ആണത്. അറിയാതെ വെൽഡ് ചെയ്ത് പോയി. പിന്നെ നമുക്ക് അറിഞ്ഞപ്പോ ഇതിനൊന്നും ചെയ്യാൻ പറ്റാതായി, അതായിലുണ്ടായത്. പിന്നെ നമ്മൾ ഈ ബോണറ്റ് നോക്കുമ്പോൾ ഒരുപാട് ബോണറ്റ് ലൈൻസ് കാണാം. നമ്മൾ വിന്റേജ് വണ്ടികളുടെ പോലെ തന്നെ ഇവിടെ നമ്മൾ ജീപ്പ് കാണുന്ന പോലെ ഇവിടെ നിന്ന് കയറിയിട്ടുള്ളൊരു ബോണറ്റും അതിനനുസരിച്ച് നല്ല അധികം 1, 2, 3 ബോണറ്റ് ലൈൻസും കാണാം. ഇത് തന്നെയാണ് നമ്മുടെ ഫ്രണ്ട് പ്രൊഫൈലിൽ നിന്ന് നോക്കുമ്പോൾ കാണാനുള്ളത്. നമുക്ക് സൈഡ് പ്രൊഫൈൽ നോക്കാം. സൈഡ് പ്രൊഫൈലിൽ നിന്ന് വരുമ്പോൾ എന്തൊക്കെയാണ് സൈഡ് പ്രൊഫൈൽ ചെയ്തിരിക്കുന്നത്? ശരിക്കും ഈ വണ്ടിക്ക് എന്ന് പറയുമ്പോൾ മിറർ ഇല്ല, സൈഡ് മിറർ ഇല്ല, ഉള്ളിലത്തെ മിറർ ഒന്നുമില്ല. അപ്പോ മിറർ നമ്മള് ആഡ് ആക്കിയതാണ്. അതുപോലെ നമുക്ക് എലോയി, അതിന് അലോയ് ഞങ്ങൾ കയറ്റിയിട്ടുണ്ട്. ഒരു 15 ഇഞ്ചിന്റെ അലോയ് കയറ്റിയിട്ടുണ്ട്. ഇതിൽ സ്റ്റോക്ക് വരുന്നത് 15 ഇഞ്ച് തന്നെയാണോ? അല്ല, അത് ശരിക്കും റിമ്മാണ്, ചെറിയ. ഞങ്ങൾ ഇതിനെ ഒന്നും കൂടി എസ്തെറ്റിക് ആയിട്ട് വൃത്തിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതായിരുന്നു. ഇത് തന്നെയാണ് എനിക്ക് തോന്നുന്നു ഭംഗി തന്നെയാണ്, സാധാ വെല്ലിങ് കാട്ടി ഭംഗിയാണ്. പക്ഷെ ഒരു ക്ലാസിക് കളക്ടറിന്റെ അടുത്ത് പോയിട്ട് സാധനം കാണിച്ചു കൊടുത്താൽ അവർക്ക് ഇഷ്ടാവില്ല. കാരണം അവർക്ക് എന്ന് പറയുമ്പോ കറക്റ്റ് ആയിട്ട് ക്ലാസിക് ബ്യൂട്ടിയിൽ കാണണം എന്നുള്ള ഒരു പ്രീമിയം പത്മിനി ഓണിയാണെന്നുണ്ട്. അപ്പൊ എനിക്ക് പ്രീമിയം പത്മിനി എലോയി ഉണ്ടെന്നും എനിക്ക് താല്പര്യം. എനിക്ക് ആ ഒരു കറക്റ്റ് കൊണ്ടാണെന്നുണ്ടാവും ആണ് ഇഷ്ടം. ബട്ട് ഇതിന് എന്താ ഒരു അപാകത തോന്നില്ല. ചിലവരെ കണ്ടിട്ടുണ്ട് പ്രീമിയം പത്മിനിയൊക്കെ ഫേസ്ബുക്ക് എലോയൊക്കെ ഇട്ട് അങ്ങനെ വൃത്തികേട. പക്ഷെ ഇത് അങ്ങനെ വൃത്തികേടില്ല എന്ന് വെച്ചാൽ ഇതിന് ചേർന്നായിട്ട് തോന്നുന്നുണ്ട്. എനിക്ക് തോന്നുന്നു ഇതിന്റെ സൈഡില് ബീഡിങ് കാര്യങ്ങളൊക്കെ വരുന്നതാണ്. അത് കിട്ടിയിട്ടില്ല. അത് പുറത്തുനിന്ന് ഓർഡർ ചെയ്യാൻ നോക്കുമ്പോഴും സാധനം കിട്ടാനില്ല. പിന്നെ അതും ബിൽഡ് ചെയ്യണം, സാധനം ബിൽഡ് ചെയ്യണം. അതുപോലെ എനിക്ക് ഞാൻ ഒരു കാര്യം പറയാൻ മറന്നു. ഇത് ഇത്ര വലിപ്പമുണ്ടെന്നുള്ളൂ, ശരിക്കും 3 ഡോറാണ്. ഇവിടെ ഫ്രണ്ടില് നമുക്ക് ഇതോടെയാണ് പിന്നിക്ക് കയറാൻ പറ്റുന്നത് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഡ്രൈവേഴ്സിന് ഡോറുണ്ട്. പിന്നെ ബാക്കിൽ നമ്മുടെ ബൂട്ട് സ്പേസിനായിട്ടുള്ള ഒരു ഡോറാണുള്ളത്. ആ ഡോറ് തുറക്കുന്നത് ഒരു വെറൈറ്റി രീതിയിലാണ്. അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ ഹാൻഡിലും കാര്യങ്ങളൊക്കെ ഒറിജിനലാണ്. അത് ഒറിജിനലായിരുന്നു. ഇത് ഞങ്ങൾ ജസ്റ്റ് ഒന്നും ചെയ്തിട്ടില്ല. ആ വണ്ടീനെ അങ്ങനെ കിട്ടിയ അതേപോലെ ഇതിൽ കയറ്റിയിട്ടാണ്. കാരണം ഇത് നമ്മൾ വീണ്ടും നിക്കിൾ ചെയ്യാൻ നിന്ന് കഴിഞ്ഞാല് വീണ്ടും തുരുമ്പ് വരും. അതിനും ബെറ്റർ ഇതിനെങ്ങനെ ഒറിജിനാലിറ്റി ഉള്ളത് അതുപോലെ വെച്ചിട്ടാണ്. അപ്പൊ നമ്മൾ ഈ ഗ്ലാസ് വേറെ വെച്ചാന്ന് പറഞ്ഞു. അപ്പൊ ഏതിന്റെ ഗ്ലാസ് ശരിക്കും ബുള്ളറ്റിന്റെ ആണ്. ബെൻഡൊന്നും ചെയ്തില്ല, ജസ്റ്റ് നമ്മൾ ഈ ഭാഗം മാത്രമേ ഇതാക്കിയുള്ളൂ. ഇവിടുന്ന് ചെറുതായിട്ട് ഒന്ന് ബെൻഡ് ആക്കിയിട്ടുണ്ട്. പിന്നെ ഇത് നമ്മള് നമ്മളെ വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്യിപ്പിച്ചെടുത്താണ്. ഈ കോട്ട ഗ്ലാസും കാര്യങ്ങളൊക്കെ വരുന്നത് അത് ഇതിനെങ്ങനെ വരുന്നതാണ്. നമ്മുടെ നേരത്തെ പറഞ്ഞ പോലെ വേറൊരു മെക്കാനിക്കൽ AC എന്ന് പറഞ്ഞ പോലെ തുറന്നു വെക്കാം. ചെയ്ത് വെച്ചായിരുന്നു നമ്മള് ജസ്റ്റ് ഇത് അംബാസഡറിന്റെ സംഭവം. ഇങ്ങനെയാണ് ഇതിന്റെ ഒറിജിനൽ വരുന്നത് കേട്ടോ. അംബാസഡർ സ്യൂട്ടായി. അപ്പൊ ഇതിന്റെ ഗ്ലാസുകളൊക്കെ ശരിക്കും പറഞ്ഞാൽ മാറിയിട്ടുണ്ട്. ഗ്ലാസ് ഒന്നും ഉണ്ടായിരുന്നില്ല, എല്ലാം പോയിട്ടായിരുന്നു. അതുപോലെ തന്നെ ഇതൊക്കെ ഫിക്സ് ഗ്ലാസ് ആണ്. ഇവിടെ ഒരു ഗ്ലാസ് വരുന്നുണ്ട്. അതുപോലെ ഇവിടെ ഒരു വലിയൊരു ഗ്ലാസ് വരുന്നുണ്ട്. എവിടെ ഇരുന്നാലും നമുക്ക് പുറത്തേക്ക് കാണാൻ പറ്റും. ശരിക്കും നമുക്ക് പല പേരിന്റെ ഗ്ലാസ് വെക്കാൻ പറ്റും. നമുക്ക് വേണമെങ്കിൽ നീക്കുന്ന ഗ്ലാസ് ആക്കാൻ പറ്റും. പുള്ളിങ് ഗ്ലാസ് വെക്കാൻ പറ്റും. ജസ്റ്റ് പുറത്തേക്ക് കുറച്ച് തള്ളിച്ച് വെക്കാൻ പറ്റും. പക്ഷെ ഏറ്റവും വൃത്തി എന്ന് പറയുമ്പോ ഈ ഗ്ലാസ് ആണ്. കാണുമ്പോൾ ഉള്ള ഭംഗി എന്ന് പറയുമ്പോൾ ഈ ഗ്ലാസ് ഉള്ളൂ. പണ്ടത്തെ കോളേജിലുണ്ട് അങ്ങനെ ആക്കാൻ പറ്റും. അത് മാറ്റി ഇത് തന്നെയാണ് ശരിക്കും ഭംഗി. ഫിക്സ് ഗ്ലാസ് വരുമ്പോ
പക്ഷെ ഇതിന്റെ ഒരു Disadvantage ഉണ്ട്. ചൂടെടുക്കും. അതുപോലെ തന്നെ നമുക്ക് പിന്നിലിരുന്ന് പുറത്തേക്ക് ഒന്ന് ഇതാക്കാൻ പറ്റില്ല. കാണാൻ പറ്റും. ഞാൻ ഇന്നാള് ഒരാൾ പറഞ്ഞിട്ടുണ്ട്, താറില് ബാക്കിൽ ഇങ്ങനെയായിരുന്നു, ഫിക്സ് ഗ്ലാസ് ആണല്ലോ, ഛർദിക്കണേ പോലും നമുക്ക് വിൻഡോ തുറക്കാൻ പറ്റില്ല. അപ്പൊ ഇതുപോലെ വണ്ടി നിർത്തി ഓടി ഇറങ്ങേണ്ടി വരുന്നുള്ള ഒരു അങ്ങനെ ഒരു ഡിസഡ്വാൻറ്റേജ് ഉണ്ടെങ്കിലും വിസിബിലിറ്റിക്ക് ഒരു കുറവില്ല. നമുക്ക് എവിടെ ഇരുന്നാലും എന്ത് വേണമെങ്കിലും. ഡ്രൈവറിന് വിസിബിലിറ്റി കുറവാ. ഓക്കെ ഓക്കെ. ബുദ്ധിമുട്ടാണ്, ട്രാഫിക്കിൽ പോയാലും ബുദ്ധിമുട്ടാണ്. ഓക്കെ ഓക്കെ. പിന്നെ നമ്മുടെ ഇവിടെ ഇൻഡിക്കേറ്റേഴ്സ് ഇതൊക്കെ, ഇനി ഇൻഡിക്കേറ്റർ എന്ന് പറയാം, അതും അറിയാത്തോണ്ട് പറ്റിപ്പോയ സംഭവമാണ്. ഇൻഡിക്കേറ്റർ ശരിക്കും ഇതിന് പറയുമ്പോ ബ്രേക്ക് ലൈറ്റിലാണ്. ഇതിന് അമേരിക്കയിൽ പറയുമ്പോ ബ്രേക്കിൽ തന്നെ ചുവപ്പ് കളറിനകത്ത് ഇതിന് ബ്രേക്കില് ചുവപ്പ് കളർ അഡീഷണൽ ആയിട്ടുണ്ട്. ശ്രദ്ധിച്ചില്ല അത്. ശരിക്കും ഇൻഡിക്കേറ്റർ ബ്ലിപ്പ് ആവുന്നത് ചുവപ്പിൽ അതിന്റെ. ഞങ്ങൾക്ക് അറിയാത്തോണ്ട് അതിൽ തന്നെ വെച്ചു. അത് ഞങ്ങള് അതങ്ങനെ കയറ്റിയതായിരുന്നു. പക്ഷെ അതുകൊണ്ട് കാണുന്നുണ്ട് ബാക്കിൽ വരുന്ന ആൾക്കാർ. അതൊരു നല്ല അഡ്വാൻറ്റേജ് ആണ്. നമുക്ക് അതിൽ കാണില്ല. സേഫ്റ്റി ചെയ്താണത്. പിന്നെ ഇനി സീറ്റ് ബെൽറ്റ് കാര്യങ്ങളൊന്നും വരുന്നില്ലല്ലോ. അത് ശരിക്കും 90-ന്റെ ശേഷമുള്ള വണ്ടിക്ക് മാത്രം സീറ്റ് ബെൽറ്റ് ഉള്ളൂ. 90-ന് ശേഷമാണ് സീറ്റ് ബെൽറ്റ് കണ്ടുപിടിച്ചേക്കുന്നത്. ഇത് 58 മോഡലായതുകൊണ്ട് സീറ്റ് ബെൽറ്റിന്റെ ആവശ്യമില്ല എന്നാണ്. ഓക്കെ. ആൻഡ് ഇതിന്റെ അത് ഞങ്ങൾ കസ്റ്റമായിട്ട് ചെയ്തത്. കാരണം ഇതിലോട്ട് കയറുന്ന പറയുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ചവിട്ടാതെ ഫാമിലിക്കാണെങ്കിലും കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. അപ്പൊ അതൊന്നും ചെയ്തെടുത്ത നമ്മളെ ഈ ഒരു പോർഷനൊക്കെ ഒറിജിനൽ തന്നെയാണ്. അതൊക്കെ അങ്ങനെ ഇതങ്ങനെ ആക്കിയെടുത്താണ്. ഇങ്ങനെയല്ലായിരുന്നു കിട്ടിയതെന്ന് പറയുമ്പോ സംഭവം ബോഡി സ്ട്രക്ചർ തന്നെ. കിട്ടിയ ടൈമത്തെ ഫോട്ടോ ഉണ്ടാവും. അപ്പൊ ഓക്കെ. ഇതൊക്കെയാണ് നമ്മുടെ സൈഡിലെ വിശേഷങ്ങൾ. ഇനി നമുക്ക് ബാക്കിലേക്ക് പോവാം. നമ്മുടെ ബാക്ക് പ്രൊഫൈൽ കാണാം. നമുക്ക് ബാക്ക് പ്രൊഫൈലിലേക്ക് വരാം. ബാക്ക് പ്രൊഫൈൽ വരുമ്പോൾ ഇവിടെ നമുക്ക് 2 ഫിക്സഡ് ഗ്ലാസ് കാണാം. അത് നമ്മൾ ഫ്രണ്ടിൽ കണ്ട പോലെ 2 പോർഷൻ ആയിട്ടാണ് ഗ്ലാസ് വരുന്നത്. അവിടെ നമ്മളെ സ്റ്റിക്കർ വർക്ക് ചെയ്തിട്ടുണ്ട് സിൻസ് 1958. ഞാൻ നേരത്തെ പറഞ്ഞു ഇതിന്റെ കൊല്ലാണ്. ഇത് മാനുഫാക്ചർ ചെയ്ത് 1958 ആണ് ഇതിൽ കാണിക്കുന്നത്. ആൻഡ് ഇവിടെ നമ്മുടെ കമ്പനിയുടെ വർക്ക്ഷോപ്പിന്റെ ഇതാണ് CPM എന്ന് പറഞ്ഞിട്ട്. അതിന്റെ ഫുൾ നെയിം എന്നിട്ട് വീട്ടുപേരും ഗ്രാൻഡ് ഫാദറിന്റെ പേരും. ഓക്കെ ഓക്കെ. അതിന് നമ്മളെ ഇവിടേക്ക് വരുമ്പോ ബാക്കിൽ എന്തൊക്കെയാണ് വണ്ടി കിട്ടിയപ്പോ ഇങ്ങനെയാണോ അതാ വല്ല പാർട്സ് പറയുമ്പോ പാർട്സ് നമുക്ക് പറയാന് 2 ബമ്പർ 2 ഗ്രാബ് ഹാൻഡില് പിന്നെ ഇത് അങ്ങനെ ഇതൊക്കെ അതൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിയ. ഇതില് ഭൂരിഭാഗം ഡിസൈൻ ഉണ്ടാക്കിയാണ്. പിന്നെ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ബ്രേക്ക് ലൈറ്റ് ഇമ്പോർട്ട് ചെയ്യണം. ഓക്കെ. അത് ഇങ്ങനെ തന്നെയാ, ഇത്ര ചെറുത് തന്നെയാണ്. ഇത്ര വലിയ വണ്ടിക്ക് ഞാൻ പെട്ടെന്ന് ഇപ്പോഴാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. ഞാൻ നേരത്തെ ഇവിടെ വന്നപ്പോൾ ഞാൻ ശ്രദ്ധിച്ചില്ല. അത്രയ്ക്ക് ചെറിയൊരു ബ്രേക്ക് ലൈറ്റ് ആണ്. അപ്പോ ഈ ഒരു ഭാഗത്ത് തന്നെയാണ് ഇൻഡിക്കേറ്റർ. അതിൽ ഇൻഡിക്കേറ്റർ വരുന്നുണ്ടെന്നാണ് പിന്നെയാണ് റിയലൈസ് ചെയ്തത്. പിന്നെ എന്തായാലും കാണാനുള്ള സാധ്യത ഇല്ല. ഭയങ്കര ചുവപ്പിലകത്ത് പിന്നെ ആൾക്കാർക്ക് മനസ്സിലാവില്ല ചുവപ്പാണെന്നുള്ളതൊന്നും. അത് ശരിയാണ്. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ബമ്പേഴ്സ് ഒറിജിനലാണ്. ഇവിടെ വില്ലീസ് എന്ന് പറഞ്ഞ ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. ആൻഡ് നമ്പർ പ്ലേറ്റ് കാര്യങ്ങളും ഇവിടെയും നേരത്തെ പറഞ്ഞ ക്രോമിന്റെ ബാക്കിൽ വരുന്നില്ല. സൈഡിൽ മാത്രമേ വരുന്നുള്ളൂ. ഇത് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം. ഞാൻ നേരത്തെ പറഞ്ഞ ഒരു വെറൈറ്റി ഓപ്പണിംഗ് ആണ്. ഇതിലിപ്പോ നമ്മൾ ലാസ്റ്റ് ആയിട്ട് ചെയ്ത് ഹൈഡ്രോളിക് ആക്കിയിട്ടുണ്ട്. ഓക്കെ. ഒന്നും കൂടി വൈബ്രേഷൻ കുറക്കാൻ വേണ്ടി ചെയ്തായിരുന്നു. പിന്നെ വേറെ ഏതോ വണ്ടിക്ക് ഞാൻ ഇങ്ങനെ കണ്ടിട്ടില്ല. ലാൻഡ് ക്രൂസർ ഇതിങ്ങനെയാണ് 2 എണ്ണം ഒരു ഗ്ലാസ് മാത്രം തോന്നിട്ട് ബാക്കി. ഓക്കെ. അപ്പൊ ഇതിൽ ഞാൻ നേരത്തെ പറഞ്ഞു യൂട്ടിലിറ്റി വെഹിക്കിൾ ആണ്. അത്യാവശ്യം അധികം വിറകും കാര്യങ്ങളൊക്കെ നാട്ടിലാണെങ്കിൽ എന്തെങ്കിലും നമുക്ക് വണ്ടി റിലേറ്റഡ് ആയിട്ട് സാധനങ്ങൾ ഉണ്ടെങ്കിൽ പണ്ട് നമ്മള് അംബാസഡർ ഫ്രിഡ്ജ് ഡിക്കി വന്നിട്ട് വെച്ച് പോകും. അതേപോലെ നമ്മുടെ വീട്ടിലെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റും. ഓക്കെ. എന്ത് വേണമെങ്കിലും കൊണ്ടോ. പണ്ട് അമേരിക്കക്കാർ മെയിൻ ആയിട്ട് മരങ്ങളും കാര്യങ്ങളൊക്കെ ലോഡ് ചെയ്ത് അവർക്ക് എന്തുണ്ടോ അതൊക്കെ ലോഡ് ചെയ്ത് കൊണ്ടുപോകാനായിട്ടുള്ള ഒരു വണ്ടിയായിരുന്നു ഇത്. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞ പോലെ 3 ലക്ഷത്തോളം യൂണിറ്റുകൾ ഇത് വിറ്റ് പോയത്. ഇതിവിടെ റെക്സിനും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടല്ലേ? നമ്മളെ ഇന്ത്യയുടെ ഫുള്ള് പാലക്കാട് ലെതർമാൻ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ് ഉണ്ട്. അവർ നന്നായിട്ട് വർക്ക് ചെയ്യുന്നവരാണ്. ആ കാറിന്റെ ഇന്റീരിയർ അവരെല്ലാവർക്കും ചെയ്യും. കാറിന്റെ ഇന്റീരിയർ ഒക്കെ ചെയ്തു തരും. അവിടെ ചെയ്തതാണ്. അപ്പൊ ഇതാണ് നമ്മുടെ ബാക്ക് സൈഡിൽ വരുമ്പോ നല്ല വെയിറ്റ് ഉണ്ടല്ലേ ഇത് ബോഡിയായിട്ട് നന്നായിട്ടുള്ള വണ്ടിയാണ്. പിന്നെ ഇതിന്റെ ഈ ഫ്യൂവൽ ടാങ്കിന്റെ ഇത് വരുന്നത് ഓപ്പണിംഗ് വരുന്നത് ഇവിടെയാണ്. ഇതിലെ ഏറ്റവും വലിയ പ്രശ്നം ഈ ഫ്യൂൽ ടാങ്കും കാര്യങ്ങൾ തന്നെയാണ്. ഇത് നമ്മൾ ഏകദേശം ഇത് 3ാമത്തെ ഫ്യൂൽ ടാങ്കാ മാറ്റുന്നത്. കാരണം ഇതിൽ ഇടക്കിടക്ക് എയർ കുടുങ്ങിയിട്ട് ഭയങ്കര പ്രശ്നമാവലും പിന്നെ പെട്രോള് കറക്റ്റ് എഞ്ചിലോട്ട് എത്താത്ത പ്രശ്നമായിട്ടും വണ്ടി പലപ്പോഴും ബ്രേക്ക് ഡൗൺ ആയിട്ടുണ്ട്. അങ്ങനെ പലപ്പോഴായിട്ടും വർക്ക്ഷോപ്പിൽ കയറ്റി ഓരോന്ന് ചെയ്തപ്പോ
ഓൾമോസ്റ്റ് ഫിക്സ് ആയിട്ട് നിൽക്കുകയാണ്. ഡീസൽ അല്ലേ വണ്ടി? പെട്രോളാ. പെട്രോൾ ആണ്. ഓ ഓക്കെ ഓക്കെ. അപ്പൊ എത്ര മൈലേജ് കിട്ടുന്നുണ്ട്? ഒരു 5-6. ഓ 5-6 ഭയങ്കര ഭയങ്കര കുറവല്ലേ? എങ്ങനെ ഇത് പെട്രോൾ അടിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നടക്കുന്നു? അതെ, ഈ ഒരു വണ്ടി മാത്രല്ലേ അതോ വീട്ടിൽ വേറെ വണ്ടി? വീട്ടിൽ വേറെ വണ്ടി ഉണ്ട്, പക്ഷെ നമ്മള് ഓൾഡൻ കാർ എന്ന് പറയാൻ വേണ്ടിട്ട് ഇത് മാത്രമേ ഉള്ളൂ. ഓക്കെ ഓക്കെ. എടുക്കാൻ പ്ലാൻ ഉണ്ട്, വേറെ എടുക്കാൻ പ്ലാൻ ഉണ്ട്. അത് ഫ്യൂച്ചറിൽ വണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഏതായിരിക്കും? ഇലക്ട്രിക് ആണോ എടുക്കുക? അല്ലല്ല, ഇലക്ട്രിക് എടുക്കില്ല. ഇലക്ട്രിക് എന്തായാലും എടുക്കില്ല. ഈ കാലഘട്ടം കഴിഞ്ഞിട്ട് മതിയല്ലോ ഇലക്ട്രിക് ഒക്കെ. ഫ്യൂച്ചറിസ്റ്റ് ഇലക്ട്രിക്കിനാണ്. അതായത് ഇനി മഹേന്ദ്ര ഒക്കെ കൂടുതൽ ഇലക്ട്രിക് വണ്ടികളാണ്. ഇപ്പൊ 2 ഇറക്കി, 2 വരാതിരിക്കും. എല്ലാം എത്രത്തോളം അത് യൂസ് ചെയ്യാൻ പറ്റും അത്രത്തോളം യൂസ് ചെയ്തിട്ട് പിന്നെ ഇലക്ട്രിക് എടുത്താലോ. ഇലക്ട്രിക് ചട്ടിയിൽ കാര്യമൊന്നുമില്ല. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ കാറിലെ പുറത്തെ വിശേഷങ്ങൾ. നമുക്ക് ഇന്റീരിയർ കയറിയിട്ട് കാണാം. ഞാൻ നേരത്തെ കയറിയപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ ഇന്റീരിയർ ചെയ്ത് നല്ല വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ളൊരു വണ്ടി തന്നെയാണ്. അപ്പോൾ നമുക്ക് നേരെ ഇന്റീരിയറിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇൻറ്റീരിയർ വിശേഷങ്ങൾ കാണാം. ഇൻറ്റീരിയറിലേക്ക് വരുമ്പോൾ എന്തൊക്കെയാണ് നമുക്ക് ചെയ്തിരിക്കുന്നത്? ആദ്യം നമുക്ക് സ്റ്റിയറിംഗ് തന്നെ തുടങ്ങാം. സ്റ്റിയറിംഗ് നമ്മൾ കിട്ടുമ്പോൾ ഓൾമോസ്റ്റ് എല്ലാം പോയിട്ട് എടുക്കുകയാണ്. അപ്പോൾ ഞങ്ങളിത് റീസ്റ്റോർ ചെയ്ത ഫസ്റ്റ് സമയത്ത് മഹീന്ദ്രയുടെ ജസ്റ്റ് 3 സ്പോക്കിൻ്റെ ഒരു ഇതിട്ടാണ് ഓടിച്ചിരുന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ ആൾക്കാർക്ക് ഇത് ചെയ്ത വണ്ടിയെന്ന് മനസ്സിലാവാത്ത പ്രശ്നമുണ്ട്. അപ്പോൾ എല്ലാവരും വന്ന് സ്റ്റിയറിംഗ് നോക്കുമ്പോൾ മഹീന്ദ്ര അങ്ങനത്തെ ഒരു ഇഷ്യൂ ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഇത് വാങ്ങാൻ വേണ്ടി കുറച്ച് നോക്കി, പക്ഷേ ഇമ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ അതിന്റെ ചാർജ് കണ്ടപ്പോൾ ഞങ്ങൾ പിന്നെ വിചാരിച്ചു നമ്മുടെ ഇത് ഓൾമോസ്റ്റ് ഇതിന്റെ ഫ്രെയിം ഇരിക്കുന്നുണ്ട്. ഫ്രെയിം ഒറിജിനൽ ഫ്രെയിം ആയിരുന്നു. ചെറിയ റസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങള് ഒക്കെ നികത്തി ഞങ്ങളിതിൽ തന്നെ അവിടെ നിന്ന് ഞങ്ങളെ വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ മൊത്തം ചെയ്തെടുത്തായിരുന്നു. പിന്നെ ഹോൺ ബട്ടന്റെ കേസ് വരുമ്പോൾ അത് മൊത്തത്തിൽ ഈ ഭാഗം മൊത്തം കസ്റ്റമായിട്ട് വീണ്ടും ചെയ്തെടുത്ത. ഇത് കാലിക്കട്ട് റെട്രോട്ടേഷൻ എന്ന് പറഞ്ഞിട്ടൊരു പുള്ളിക്കാരുണ്ട്. പുള്ളിക്കാരൻ ഇത് പെയിന്റ് ചെയ്തതാണ്. ഹാൻഡ് വർക്ക് ചെയ്തായിരുന്നു ഈ ലോഗോ മാത്രം. പിന്നെ ഹോൺ ബട്ടൺ ഞങ്ങള് മഹീന്ദ്ര തന്നെ ഹോൺ ബട്ടൺ ഉണ്ട്. അപ്പോ അതും കയറ്റി ഇത് ഫിക്സ് ആക്കി എടുത്താണ്. മൊത്തം ഞങ്ങള് വർക്ക്ഷോപ്പിൽ നിന്ന് തന്നെ ചെറിയൊരു ഭാഗം തന്നെ ഹോൺ ഉണ്ടായിരുന്നുള്ളൂ. അത്ര തന്നെ ഞങ്ങള് അടുത്തൊരു ഒറിജിനാലിറ്റി ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ AC ചെയ്യിപ്പിച്ചിട്ടുണ്ട്. പിന്നെ പണ്ട് പറഞ്ഞു ഇങ്ങനെ എയർവെന്റ് ഉണ്ടായിരുന്നു. അത് അടിയുന്നൊരു എയർവെന്റ് വരും. നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ കറക്റ്റ് നമുക്ക് കാറ്റ് കിട്ടുമായിരുന്നു. അപ്പൊ ഇതില് കുറെ കസ്റ്റമായിട്ട് കുറെ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലേ? അപ്പൊ പിന്നെ മ്യൂസിക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ടോപ്പിലൊരു ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ മിറേഴ്സ് കാര്യങ്ങളൊക്കെ മിറർ ഞാൻ പറഞ്ഞ പോലെ നേരത്തെ മിറർ ഇല്ല, ഒന്നുമില്ല. മിറർ ഇല്ല, ഇതിന് മിറർ കൊടുത്തായിരുന്നു. അതുപോലെ അത്രേ ഉള്ളൂ ഇന്ത്യയിൽ എന്ന് പറയാം. പിന്നെ നമ്മള് സീറ്റ് വർക്ക് ചെയ്തിട്ടുണ്ട്. സീറ്റ് വർക്ക് നമ്മുടെ ഈ ഇൻഡിക്കേറ്റർ വരുന്നത് വേറെ സൈഡിലായിരുന്നു. ശരിക്കും ഇതിന്റെ കീ വരുന്ന പോലെ ഇവിടുന്നാണ്. അപ്പൊ നമ്മള് മൊത്തം കാർ നമുക്ക് ബേസിക് ആയിട്ട് ഓടിക്കാൻ പറ്റുന്ന രീതിക്ക് ചെയ്തെടുത്ത. ഇത് നമ്മൾ പറഞ്ഞു എന്തായാലും വില്ലീസിന് ഇമ്പോർട്ട് ചെയ്തേ. അപ്പൊ അത് ശരിക്കും ലെഫ്റ്റ് ഹാൻഡ് ഡ്രൈവ് അല്ലായിരുന്നു, റൈറ്റ് ഹാൻഡ് തന്നെയായിരുന്നു. അത് ഇമ്പോർട്ട് പണ്ടപ്പോ തന്നെ ലെഫ്റ്റ് ഹാൻഡ് റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരുന്നു. കിട്ടുമ്പോൾ റൈറ്റ് ഹാൻഡ് ഡ്രൈവ് ആയിരുന്നു. ആൻഡ് ഇവിടെ ഗ്ലോ ബോക്സ് കാര്യങ്ങളൊക്കെ കാണാം. ഇതൊക്കെ വർക്കിംഗ് തന്നെയാണ്, എല്ലാം വർക്കിംഗ് ആണ്. ആൻഡ് ഇവിടെ ഈ മീറ്റർ ഗേജും കാര്യങ്ങളൊക്കെ കസ്റ്റമായിട്ട് ചെയ്തെടുത്താണോ? അല്ല, അത് അംബാസഡറിന്റെ ആണ്. അപ്പൊ ഇതിന്റെ ഒറിജിനൽ മീറ്റർ ഗേജ് അത് കിട്ടാനില്ല. അല്ല, ഇവിടെ തന്നെ. ഓക്കെ. അപ്പൊ ഈ ടെമ്പറേച്ചർ ഗേജും ഫ്യൂൽ ഗേജും ഒക്കെ ഇങ്ങനെ തന്നെ ആയിരുന്നു. എങ്ങനെ അത്? അല്ല, ഇതിന് ശരിക്കും പറയുമ്പോ ഈ വലിയൊരു വരുന്നതാണ്, മീറ്റർ വലുതായിട്ട് വരുന്ന സംഭവമാണ്. അതിൽ തന്നെ ഓൾമോസ്റ്റ് ഫ്യൂൽ സെക്ഷൻ ഉണ്ടാവും. ഒറ്റതിൽ തന്നെ ഫ്യൂൽ സെക്ഷൻ, അതുപോലെ ടെമ്പറേച്ചർ ഉണ്ടാവും, ഓയിൽ ഉണ്ടാവും. അങ്ങനെ അനലോഗ് പോലെ ഉണ്ടാവും. ഇവിടെ ഹിന്ദുസ്ഥാൻ മോട്ടോഴ്സ് ഉണ്ട്. ഓക്കെ. പിന്നെ ഇത് അത് പിന്നെ നമുക്ക് എല്ലാത്തിനും ഫംഗ്ഷൻ കിട്ടാൻ വേണ്ടിട്ട് ഇതിൽ ബാറ്ററിയും ഇൻഡിക്കേറ്ററും മാത്രമേ എത്തുള്ളൂ. വേറെ ഒന്നും ഫംഗ്ഷൻ അല്ല. ഓക്കെ. ഞാൻ ഇതിന് മുന്നേ ഒരു മഹേന്ദ്രയുടെ
പണ്ടത്തെ ഒരു എനിക്ക് തോന്നുന്നു 86 സംതിങ് മോഡല് കാർ ചെയ്തിട്ടുണ്ടായിരുന്നു, ഒരു ജീപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവര് ഇതേപോലത്തെ ഒരു സാധനം ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാൻ പറഞ്ഞു എന്തിനാ അങ്ങനെ വെച്ചെന്നുള്ളത്. നമുക്ക് ഇൻഡിക്കേറ്റർ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് കാണാനൊക്കെ ആയിട്ട് നല്ലത്. അതേപോലെ തന്നെ ഇവിടെ ആക്സിലേറ്റർ ഞാൻ ശ്രദ്ധിച്ചു, ഒരു വെറൈറ്റി രീതിയിലാണ് വരുന്നത്. ആദ്യം താഴത്തുനിന്ന് വരുന്ന പോലെ ആക്കിയതാണ്, പക്ഷെ ഇതാ കംഫർട്ട്. ഒറിജിനൽ ഇങ്ങനെയാണ് വരുന്നത്? അല്ല, ഇതിന്റെ ഒറിജിനൽ എനിക്ക് പേഴ്സണായിട്ട് അറിയില്ല. എനിക്ക് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല, ഞങ്ങളെ ആക്കിയെടുത്താണ്. ഇതാണ് സുഖം. പിന്നെ ഗിയർ നോബ്, ഗിയർ കാര്യങ്ങളൊക്കെ എന്തായാലും മാറ്റിണ്ടാവും, ഗിയർ ബോക്സ് കാര്യങ്ങളൊക്കെ എന്തായാലും മാറ്റിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു 3 സ്പീഡ് ആയിരുന്നു, 5 സ്പീഡ് ആക്കിയിട്ടുണ്ട്. നമ്മൾ നോർമൽ ഗിയർ പോലെ തന്നെയാണ്. ഓക്കെ ഓക്കെ. ആൻഡ് ഇവിടെ നമ്മൾ ചാർജ് ചെയ്യാനുള്ള മൊഡ്യൂൾ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇത് ഒരു ഗ്ലോ ബോക്സ്, ചെറിയ കുട്ടി ഗ്ലോ ബോക്സ് ഇത് ഊരി കയ്യിലെടുക്കാൻ പറ്റില്ല. അതെ, നമുക്ക് കീ എന്ന് പറയുമ്പോ നമുക്ക് സ്മോക്കിന്റെ ഇടാനും അതുപോലെ കോയിൻ ഇടാനൊക്കെ വേണ്ടി യൂസ് ചെയ്യുന്നതായിരുന്നു. സ്റ്റോറേജ് എന്ന് പറയണ്ട, ഞാൻ ഇന്ന് റെക്കോർഡ് ചെയ്തപ്പോ സീറ്റ് ലാമ്പും കത്തിയാണ് ഇതും ആഷ്ട്രേ ഉണ്ടായിരുന്നു. നമ്മളിപ്പോ ആഷ്ട്രേ യൂസ് ചെയ്യാറില്ലല്ലോ. ഞാൻ പറഞ്ഞു ചെറിയൊരു കോയിനൊക്കെ ഇടാനുള്ള സ്റ്റോറേജ് സ്പേസ് എന്ന് പറഞ്ഞപ്പോ കമന്റ് വന്നേക്കാം, ഇത് സ്റ്റോറേജ് സ്പേസ് അല്ല, ഇത് ആഷ്ട്രേയാ, നിങ്ങൾക്ക് അറിയില്ലേ. നമ്മള് ആഷ്ട്രേ യൂസ് ചെയ്യാത്തോണ്ട് സ്റ്റോറേജ് കോയിൻ കാര്യങ്ങളൊക്കെ ഇട്ട് വെക്കാനൊന്നും യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ ആൾക്കാര് ആഷ്ട്രേ എന്ന് പറഞ്ഞാൽ ആഷ്ട്രേ തന്നെ പറയണം, അല്ലെങ്കിൽ ആൾക്കാര് കമന്റ് ബോക്സിൽ പൊങ്കാല ഇടും, ആണ് വേറെ കാര്യങ്ങൾ. പിന്നെ ഇതിന്റെ ഈ വിൻഡോന്റെ ഇതൊക്കെ ഒറിജിനലാണോ? അത് ഒറിജിനലാണ്. ഇതേറ്റ് കുറച്ച് കുരിശുണ്ട്. ഇത് നമ്മള് കറക്റ്റ് പൊക്കുമ്പോ പ്ലേ എന്നതാപ്പോ, അതായത് നമ്മള് പുള്ളിയും മേലൊക്കെ പൊക്കുകയാണെങ്കിൽ ഇവിടെ ചെറിയ പ്രഷർ കൊടുക്കണം പൊക്കുമ്പോ, എന്നിട്ടാണ് പുള്ളിയാൻ. ഇതിപ്പോ കുറച്ചുപേര് ഇങ്ങനെ തിരിച്ചിടിച്ചിട്ട് ഇതിന്റെ ഉള്ളിലത്തെ മെക്കാനിസം വീണ്ടും പൊട്ടി വരുന്നുണ്ട്. പിന്നെ വീണ്ടും ഇത് ഊരിയിട്ട് വീണ്ടും വർക്ക് ചെയ്യണം. ഈ ലോക്ക് മെക്കാനിസം നമ്മൾ എക്സ്ട്രാ ചെയ്തായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ നമുക്ക് വേണ്ട സംഭവമാണ്. സാധാരണ ഇങ്ങനത്തെ പഴയ വണ്ടികൾ ഇങ്ങനെ വെച്ചിട്ടാണ് ആൾക്കാർ വണ്ടി ഓടിക്കുക. അങ്ങനെ ഓടിക്കാറ്, ഞാൻ അങ്ങനെ ഓടിക്കാറ്. പക്ഷെ ഇതെന്ന് പറയുമ്പോ വലിച്ചടക്കാനും വേണ്ടിയിട്ടാണ്. പിന്നെ സൈഡിൽ റെക്സിനും കാര്യങ്ങളൊക്കെ വേറെ. പിന്നെ നമ്മള് സീറ്റ് ഫുള്ളായിട്ട് നമ്മള് വേറെ സീറ്റ് എന്ന് പറയുമ്പോൾ ഇത് വേറെ വണ്ടിയുടെ സീറ്റാണ്. നമുക്ക് കംഫർട്ട് ഈ സീറ്റായിരുന്നു. അപ്പോൾ ഈ സീറ്റ് നമ്മള് അവർക്ക് കൊടുത്തു. പിന്നെ ബാക്കിൽ നമ്മൾ ഫ്രെയിം വെച്ചിട്ട് ഫ്രെയിം നമ്മൾ ഉണ്ടാക്കി, എന്നിട്ട് അവര് കൊടുത്തതാണ്. ബാക്കി എല്ലാരും ഇതിന്റെ ബെഞ്ച് സീറ്റ് ആയിരുന്നു അതോ? ഇതിന്റെ സീറ്റിങ്ങിന്റെ ഇത് പൊസിഷൻ വേറെ രീതിയിലാണ്. പിന്നെ ഞങ്ങളുടെ ഒരു ഇതില് പേഴ്സണൽ ചെയ്തതാണ്. ഓക്കെ, ഞാൻ ബാക്ക് സീറ്റ് നമുക്ക് ബാക്കിലിരുന്ന് നോക്കാം. അപ്പോൾ നമ്മളെ ബാക്ക് സീറ്റിക്ക് വരുമ്പോൾ അത്യാവശ്യം ഭയങ്കര ഹൈറ്റ് ഉണ്ട് സീറ്റ്. അതായത് അത് വലിയ അത്യാവശ്യം നല്ല ഹൈറ്റുള്ള ആൾക്കാർ വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിന്റെ ഒറിജിനൽ ഹൈറ്റിലായിരിക്കില്ല അല്ലേ? നല്ല ബോർഡ് റോൾ ഉണ്ടാവും എന്തായാലും. നമ്മൾ ഇതിന്റെ ഞാൻ കണ്ടു ഒരു സസ്പെൻഷൻ കയറ്റുന്നത് കണ്ടു. അപ്പൊ അത് നമ്മള് കസ്റ്റമായിട്ട് വർക്ക്ഷോപ്പിൽ തന്നെ ചെയ്താണോ അതോ പുറത്തുനിന്ന് ചെയ്താണോ? വർക്ക്ഷോപ്പ് തന്നെ, സ്വന്തം വർക്ക്ഷോപ്പ് തന്നെ. ഇതിന്റെ ലീഫ് കുറച്ചിട്ടാണോ? ലീഫ് ഞങ്ങൾ ആദ്യം കൂട്ടി അതൊന്നുകൂടി കുറച്ചു, ചാട്ടം കുറക്കാൻ വേണ്ടി കുറച്ചിട്ട്. ബാക്കി ചാട്ടം കുറവാണ്. അപ്പോ ബോർഡിൽ അത്യാവശ്യം റോൾ ഉണ്ട്, അതില്ല എന്ന് പറയില്ല, പക്ഷെ ചാട്ടം കുറവാണ്. കുണ്ടുംകുഴിയിൽ പോവാണെങ്കിലും ചാട്ടം ഭയങ്കര കുറവാണ്. ഇത്തിരി കംഫർട്ട് ആയിട്ടുണ്ടാവും സസ്പെൻഷൻ കേട്ടിപ്പോ. അപ്പൊ 4 വീലും സസ്പെൻഷൻ ചെയ്ത് ഡിസ്ക് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിന്റെ ടയർ സൈസ് ഭയങ്കര ചെറിയ ടയർ, 35 75 ഒറിജിനൽ വരുന്നത് ഭയങ്കര ചെറുതാണ്. ജീപ്പിന്റെ പണ്ടത്തെ ഒരു ചെറുത് തന്നെയാണ് അത്ര. ഓക്കെ, പക്ഷെ ഇത് ഭംഗിയുണ്ട്, എടുത്ത് കാണിക്കുന്നുണ്ട് ടയർ. പിന്നെ ഒരു ബീജ് കളർ ഇന്റീരിയറാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ കളർ തന്നെ മുന്നുണ്ടായിരുന്നു, ഇങ്ങനെ ഈ കളർ തന്നെ ചെയ്യണം. ഇതിന് ശരിക്കും ഇന്റീരിയർ ഇല്ല, ഫുള്ള് മേലെ തന്നെയാണ്. സൈഡാണെങ്കിൽ ഇരുമ്പ് കാണിക്കുക, അങ്ങനെ അത്ര ഉണ്ടായിരുന്നുള്ളൂ. ഇന്റീരിയർ എന്ന് പറയാൻ ഇത് നമ്മളെ ബീജ് കളർ തന്നെ ചെയ്യണം. ഇല്ല, ഇത് ഫാദറിന്റെ ഐഡിയ ആണ്. പുള്ളിക്ക് ലക്ഷറി എന്തെങ്കിലും ഒരു നല്ല അവിടെ കൊണ്ടുപോയി അവർ വിട്ടുകൊടുത്തു. അവർ കളർ ചോയ്സ് ചോദിച്ചു, അവിടെ കളർ കാണിച്ചപ്പോ ഇത് മതി എന്ന് പറഞ്ഞു. അവര് 2 വീക്ക് സമയം എടുത്തു, പക്ഷെ ചെയ്തു തന്നു കറക്റ്റായിട്ട്. അതല്ല നമ്മുടെ ഈ പച്ചക്ക് ഇത്തിരി കൂടി മാച്ചിങ് ആയിട്ടുള്ള കളർ ഈ ഒരു കളറാണ്. കറക്റ്റ് ബീജ് എന്ന് പറയാൻ പറ്റില്ല, ഇത്തിരി ഡാർക്ക് ഡള്ളായിട്ടുള്ള ബീജ് കളർ എന്ന് പറയാം. നല്ല ഭംഗിയുണ്ട്, പച്ച നല്ല മാച്ച് ആയിട്ടുണ്ട്. നമ്മൾ ഒറിജിനൽ ബീജ് എന്ന് പറഞ്ഞാൽ അത്രയും നല്ല ചെളിയാവും, പെട്ടെന്ന് ചെളിയാവും. ബുദ്ധിമുട്ടാണ് മെയിനൻസ്.
അടിയത്തെ മാറ്റൊക്കെ നമ്മള് ഏത് വണ്ടിയിൽ നിന്ന് എടുത്ത? അല്ല ഇതിന്റെ മാറ്റ് ഇത് അവിടുന്നാണ് ഫുള്ള് ചെയ്തത്. ഇതിന്റെ ഇന്റീരിയറുകളൊന്നും ചെയ്തില്ല. ഫുള്ള് അവിടുന്നുള്ള ഇന്റീരിയർ കസ്റ്റമായിട്ട് തന്നെ അവര് ചെയ്തതാണ്. എല്ലാം മുറിച്ച് ഇത് നമ്മുടെ സീറ്റ് ഫോൾഡ് ചെയ്യാൻ വേണ്ടി അത് ചെറിയ മിസ്റ്റേക്ക് പറ്റി. ഞങ്ങള് ശരിക്കും അവർക്ക് ഫ്രെയിം കൊടുത്തപ്പോ ഫോൾഡ് ചെയ്യാൻ പറ്റിയായിരുന്നു. പക്ഷെ കുഷനും പിന്നെ അപ്പോഴ്സും ചെയ്തതിന് ശേഷം ഇത് മടക്കാൻ പറ്റാതായി. പകുതി വരെ അത്രയായി. അപ്പോൾ ഇതാണ് നമ്മുടെ ബാക്കിത്തെ വിശേഷം. അപ്പോൾ പ്രത്യേകിച്ച് ഭയങ്കര ഇതായിട്ട് മോഡിഫിക്കേഷൻ എന്ന് പറയാനില്ല, ചെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര വൃത്തികേടാവും. അത് നല്ലത് നമ്മള് കുഴപ്പമില്ലാത്ത രീതിക്ക് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയ രീതിക്കുള്ള മതിയെന്ന് വെച്ചിട്ട്. അപ്പോൾ ഈ വർക്കൊക്കെ ചെയ്യാനായിട്ട് ഏകദേശം എത്ര കോസ്റ്റ് വന്നിട്ടുണ്ട്? അത് ഞങ്ങൾ ശരിക്കും ഇതിന് കറക്റ്റ് എടുത്തിട്ടില്ല, കാരണം പലപ്പോഴായിട്ടാണ് ചെയ്തത്. വണ്ടി ഓപ്ഷൻ എടുത്തപ്പോ എത്രയാ? ഓൾമോസ്റ്റ് ഇങ്ങോട്ട് കൊണ്ടുപോയ ചെലവൊക്കെ ആയിട്ട് ഒരു 5.5 ലക്ഷം. 5 ലക്ഷമൊക്കെ ആയില്ലേ? അത് വണ്ടി ഓപ്ഷന് കിട്ടിയതിന് ഏകദേശം വിളിച്ചുപോയി ഒരു 4.75. പിന്നെ അവിടെ കൊണ്ടുവരാനുള്ള ചെലവ് ഇതൊക്കെ ആയിട്ട് സംഭവം 5.5 എന്ന് പറയുമ്പോൾ അത്ര വലുതല്ല. ബട്ട് നമ്മളൊരു യൂട്ടിലിറ്റി വണ്ടി, അതായത് നമ്മള് ഡെയിലി യൂസ് ചെയ്യാണല്ലോ. അപ്പൊ കിട്ടുന്ന ടൈമിൽ ഫുള്ള് സ്ക്രാപ്പ് ആയിരുന്നു. ഒരു സ്ക്രാപ്പ് പിന്നെ പണിയെടുത്ത് കഴിഞ്ഞപ്പോ ഏകദേശം ഞങ്ങളൊരു അപ്രോച്ച് നോക്കുകയാണെങ്കിൽ ഒരു 15 ലാഖിന്റെ 15 അത്ര വന്നിട്ടുണ്ട്. കാരണം ഒരു 2 വട്ടം നമ്മൾ പാച്ച് എടുത്തിട്ടുണ്ട്, 3 വട്ടം പെയിന്റ് ചെയ്തിട്ടുണ്ട്. നമുക്കൊരു പുതിയൊരു അമേസ് അല്ലെങ്കിൽ പുതിയൊരു സിറ്റി ഒക്കെ മേടിക്കുന്ന പുതിയ ക്രെറ്റ വാങ്ങാനുള്ള ഒരു ക്രെറ്റ വാങ്ങാം, ഒരു ബേസ് മോളിൽ ഒരു ക്രെറ്റ വാങ്ങിപ്പറയും, പുതിയൊരു ക്രെറ്റ വാങ്ങാം. ആ ഒരു പൈസയായി നമുക്ക് ഇത് റീസ്റ്റോർ ചെയ്തെടുത്തപ്പോൾ. ബട്ട് ഇത് പ്യുവർ ഒരു എന്തൂസിയാസമാണ് ശരിക്കും പറഞ്ഞാൽ. വെച്ചാൽ വണ്ടിയോട് അത്ര ഇഷ്ടമുള്ള ഒരാൾ, നമുക്കൊരു വേറൊരാൾ നോക്കുമ്പോൾ 5 ലക്ഷം രൂപയ്ക്കാണ് നീ ഇരുമ്പ് എടുത്തോണ്ട് വന്നേക്കുന്നത്. ഇരുമ്പിലേക്ക് കൊടുത്ത തന്നെ വേറൊരു ആൾക്കാർ കാണുമ്പോൾ ഇങ്ങനെയാണ് പറയാ, നീ എന്തിനാണ് ഇത്ര വണ്ടി പ്രാന്തുള്ളവർക്ക് മനസ്സിലാവും. ബട്ട് വേറൊരാൾ നോക്കുമ്പോൾ ഇതിന് ഇത്ര ചിലവാക്കേണ്ട ആവശ്യമുണ്ടോ എന്ന് ആൾക്കാർ ചോദിക്കുന്നുണ്ട്. ബട്ട് ഇതൊരു പ്യുവർ എന്താ പറയാ, ഒരു മോട്ടോ എന്തൂസിയാസത്തിന് പുറമേ ചെയ്യണതാണ്. നമുക്കിത് ഡ്രൈവ് ചെയ്തുകൊണ്ട് സംസാരിച്ചാലോ? ഓക്കെ.